അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രായം ചെന്ന ഉമ്മാന്റെ തലക്ക് വിറക് കെട്ടെടുത്ത് വെച്ചു കൊടുത്ത കഥ പറയുമ്പോ വഴിയോരത്ത് കണ്ട അനാഥ കുഞ്ഞിനെ ആരെന്നറിയാതെ വാരിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ മോനാണെന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ വെച്ചു കൊടുത്ത അനാഥ ബാലനെ മാറോട് ചേർത്ത കഥ പറയുമ്പോ പ്രാവിൻ കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ തന്റെ തള്ളപ്രാവിന്റെ അരികിലേക്ക് കൊണ്ടുപോകണമെന്ന കാരുണ്യത്തിന്റെ തിരുദൂതരുടെ ഒളിമങ്ങാത്ത ചരിത്രത്തിന്റെ വചനങ്ങൾ പ്രസംഗത്തിലും പാട്ടിലും നേരിട്ട് വീട്ടിലും കുടുംബത്തിലും ഒക്കെ നമ്മൾ പറയുമ്പോ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഏത് കാരുണ്യമാണ് പാവപ്പെട്ടവനോട്. ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ പൈസ കൊടുക്കുമല്ലോ, പെരുന്നാളാകുമ്പോൾ കൊടുക്കണം, റമദാനിൽ കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. അവരെ പൈസ സേവ് ചെയ്യാൻ പഠിപ്പിക്കണം, പൈസ സൂക്ഷിച്ചു വെക്കാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ പൈസ ചെലവഴിക്കാനും പഠിപ്പിക്കണം. 100 രൂപ കൊടുക്കുമ്പോൾ ഒരു 10 രൂപ അല്ലാതെ കൊടുക്കണം. ഈ 10 രൂപയ്ക്ക് വേറൊരു പെട്ടി ഉണ്ടാക്കാൻ പറയണം. 100 രൂപ മക്കൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സന്തോഷത്തിൽ കൊടുക്കുമ്പോൾ അത് അവരുടെ ഒരു സേവ് മണിയായി ഒരു ചെറിയ പെട്ടിക്കകത്ത് അവർ സൂക്ഷിച്ചു വെക്കട്ടെ. എന്നിട്ട് 10 രൂപ കൊടുക്കാം. മക്കളെ, ഇത് ഏതെങ്കിലും പാവങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ വഴിയോരത്ത് കാണുമ്പോൾ കൊടുക്കാനുള്ളതാണ്, അത് മാറ്റിവെക്കുക. അവരെ കൊണ്ട് തന്നെ അത് കൊടുത്ത് ശീലിപ്പിക്കുക. നമ്മൾ മരിച്ചാൽ എൻ്റെ ഉപ്പാക്ക് വേണ്ടി എന്തു പറഞ്ഞൊന്ന് കൈ ഉയർത്തണ്ടേ? പള്ളിയിൽ ചെല്ലുമ്പോൾ ഖത്തീബ് ചോദിക്കും, ഇവിടെ ഹൗദ കേടായിട്ടുണ്ട്, ഒതുവെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചൂടുള്ള സമയമാണ്, വെള്ളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് ഹൗദ റെഡിയായെങ്കിലേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഹൗദിന്റെ ടൈല് മുഴുവനും ഞാൻ തരാമെന്ന് കൈ ഉയർത്താൻ ഒരു മകൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ശീലിപ്പിക്കണം. അല്ലാതെ ആരെങ്കിലും പള്ളിയിൽ നിന്ന് പിരിവിന് വീട്ടിൽ വരുമ്പോ മോനോട് പറയുന്ന, മോനെ വാപ്പ ഇവിടെ ഇല്ലെന്ന് പറയണെന്ന് പറഞ്ഞ് കട്ടിന്റെ അടിയിൽ ഒളിക്കുന്ന വാപ്പയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ വാപ്പ മരിച്ചാൽ മോനും അതേ സ്വഭാവം ഉണ്ടാവും. ഒരു നന്മക്കും പണം കൊടുക്കൂല, ഒരു പുണ്യത്തിനും പണം കൊടുക്കൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ശീലിപ്പിക്കരുത്, കൊടുത്ത് ശീലിപ്പിക്കണം നമ്മൾ.